രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു 4 അംഗ കുടുംബത്തിൽ സ്കോട്ട്ലൻഡിൽ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. സ്കോട്ട്ലൻഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അടിച്ചു കയറി വാ. അപ്പം വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. ഞങ്ങൾ 4 പേരുള്ള ഒരു ഫാമിലിയുടെ മന്ത്ലി എക്സ്പെൻസ് ആട്ടോ ഇവിടെ പറയാൻ പോകുന്നത്. അതിനകത്ത് ഞങ്ങൾ 2 അഡൽട്സും 2 കുട്ടികളും ആണുള്ളത്. കുട്ടികൾക്ക് ഒരാൾക്ക് 3 വയസ്സും ഒരാൾക്ക് 1 വയസ്സും ആകാൻ പോകുന്നു. അപ്പം ഈ വീഡിയോ ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് മുഴുവൻ കാണാം കേട്ടോ. ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന ചെലവുകളൊക്കെയാണ്. അത് കഴിഞ്ഞ് പല മിസ്ലേനിയസ് ആയിട്ടുള്ള ചെലവുകളും ഉണ്ട്, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്ന ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് റെന്റ് ആണ്. ഞങ്ങളിപ്പം ഇവിടെ മൺട്രോസ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇച്ചിരി സിറ്റിയിൽ നിന്നൊക്കെ ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 2 BHKക്ക് 500 പൗണ്ടാണ് കൊടുക്കുന്നത്. ഇവിടെ അപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ എവിടെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ സിറ്റിയിലോട്ടൊക്കെ ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ എഡിംബറ, ഗ്ലാസ്ഗോ പോലത്തെയുള്ള സിറ്റിയിലോട്ടൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ 2 BHKക്ക് ഒരു ഓൾമോസ്റ്റ് 1000 പൗണ്ട് ഒക്കെ ആവും. ഹൗസ് റെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് യൂട്ടിലിറ്റി ബിൽസ് ആണ്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഇലക്ട്രിസിറ്റി ബില്ലാണ്. ഹീറ്റിങ്ങിനും കുക്കിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി തന്നെയാണ്. അപ്പം അതും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്. അപ്പൊ ഇവിടെ വരുന്നത് 120 പൗണ്ട് ആണ് സമ്മറിൽ. പക്ഷെ അത് വിന്ററിൽ കൂടും, കാരണം നമ്മൾ കൂടുതലായിട്ട് ഹീറ്റിംഗ് ഒക്കെ അപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഡബിൾ ആകും നമ്മുടെ ബില്ല്. ആക്ച്വലി അറൌണ്ട് ഒരു 250 ഒക്കെ നമുക്ക് ബില്ല് വരാറുണ്ട് വിന്ററിൽ. അടുത്തതെന്ന് പറഞ്ഞാൽ കൗൺസിൽ ടാക്സ് ആണ്. കൗൺസിൽ ടാക്സിനകത്ത് നമ്മുടെ വാട്ടറും സീവേജും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതിന് നമ്മൾ മന്ത്ലി പേ ചെയ്യുന്നത് ഒരു 130 പൗണ്ട് ആണ്. അതിനകത്ത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഗാർബേജ് കളക്ഷനും ഒക്കെ ഇൻക്ലൂഡഡ്. ഞാൻ 130 എന്ന് പറഞ്ഞല്ലോ, അതെന്ന് പറഞ്ഞാൽ ഇത് ഓരോ ബാൻഡിനനുസരിച്ചിട്ടാണ് നമുക്ക് കൗൺസിൽ ടാക്സ് വരുന്നത്. ഞങ്ങളുടെ വീടിന്റെ ബാൻഡ് എന്ന് പറയുന്നത് ബാൻഡ് എ ആണ്. അപ്പം ബാൻഡ് എയിലാണ് ഏറ്റവും കുറവ് കൗൺസിൽ ടാക്സ് നമുക്ക് വരാൻ. A to F ഉണ്ട് നമുക്ക് കൗൺസിൽ ടാക്സിന്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടിന് ഓരോ ബാൻഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ബാൻഡ് ഇസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് the band is based on the value of your home on April 1st, 1991 എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പം ഓരോ വീടിനും ഓരോ ബാൻഡാണ്. അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വരുന്ന കൗൺസിൽ ടാക്സ്. അപ്പം നിങ്ങളിവിടെ വന്ന് വീട് ചൂസ് ചെയ്യുമ്പോൾ ഏത് ബാൻഡിലാണെന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കൗൺസിൽ ടാക്സ് ആയിരിക്കും വരുന്നത്. ഇനി നമ്മുടെ അടുത്ത യൂട്ടിലിറ്റി ബില്ല് എന്ന് പറയുന്നത് നമ്മുടെ വൈഫൈയുടെ ബില്ലാണ്. അത് നമുക്ക് മന്ത്ലി ഒരു 35 പൗണ്ട്സ് ആണ് വരുന്നത്. പറഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ TV ലൈസൻസും കൂടെ ഇവിടെ എടുക്കണം. TV ലൈസൻസിന് ഇവിടെ മന്ത്ലി വരുന്നത് 15 പൗണ്ട്സ് ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവായിട്ടുള്ള സ്ട്രീമിംഗ് ഒക്കെ കാണാൻ വേണ്ടി, ഇപ്പൊ യൂട്യൂബ് തന്നെയാണെങ്കിൽ ലൈവായിട്ടുള്ള എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ TV ലൈസൻസ് ഇവിടെ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മൊബൈൽ റീചാർജിന് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 30 പൗണ്ട്സ് ആണ് ആവുന്നത്. 2 പേരും ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാനാണ് എടുത്തേക്കുന്നത്. എനിക്ക് 5 പൗണ്ട്സിന്റെ ഒരു പ്ലാനും ഹസ്ബൻഡിന് 25 പൗണ്ട്സിന്റെ പ്ലാനുമാണ്. കാരണം രണ്ടിനും ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് അൺലിമിറ്റഡ് ഡേറ്റയും കോൾസും ഒക്കെ അവൈലബിൾ ആണ്. എനിക്ക് അങ്ങനെ ലിമിറ്റഡ് ആണ്. 1000 കോൾസ് ആൻഡ് ടെക്സ്റ്റ് പ്ലസ് ഒരു 5 GB ഡേറ്റയെ എനിക്ക് എൻ്റെ പ്ലാനിന് കിട്ടത്തുള്ളൂ. അതുതന്നെ നമുക്കൊരു 100 ഇന്റർനാഷണൽ മിനിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് കാരണം ഇവിടെ നോർമലി ഇവിടെ വന്നിട്ട് എടുക്കുന്ന സിമ്മിന് ഈ ഒരു ഓഫർ കാണത്തില്ല. ഈ ഞങ്ങൾക്ക് കിട്ടിയ സിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിസ ഇന്റർവ്യൂവിന് പോയപ്പോൾ നമുക്ക് അവിടുന്ന് തന്ന ലിബറ സിമ്മാണ്. അപ്പൊ അതിനകത്തുള്ള ഓഫർ ആയിരുന്നു ഈ ഇന്റർനാഷണൽ മിനിറ്റ്സ്. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന വിസ ഇന്റർവ്യൂവിന് പോകുമ്പം സിമ്മ് കിട്ടുവാണെങ്കിൽ അത് വേണ്ടാന്ന് പറയണ്ട, അത് എടുത്തിട്ട് ഇവിടെ വന്ന് യൂസ് ചെയ്ത ഈ നാട്ടിലോട്ടൊക്കെ നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് വിളിക്കാം. പിന്നെ അപ്പൊ നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ് കഴിഞ്ഞു. അടുത്ത നമ്മുടെ ഇവിടുത്തെ വലിയ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസറി ഷോപ്പിംഗ് ആണ്. ഗ്രോസറി ഞങ്ങള് ഇവിടെ എന്ന് വെച്ചാൽ ഒരു വീക്ക്ലി ആണ് ഗ്രോസറി ഇവിടെ ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ പാല്, തൈര്, പിന്നെ മീറ്റ്,
ചിക്കൻ അതുപോലത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. എക്സ്ട്രാ ബേബി ഫുഡ് അങ്ങനത്തെ ഒന്നും ഞങ്ങൾ രണ്ടുപേർക്കും മേടിക്കുന്നില്ല. സോ അതുപോലത്തെ ചിലവില്ല. ബട്ട് അവർക്ക് വേണ്ട ഡയപ്പർ അല്ലാണ്ട് ഉള്ള എക്സ്ട്രാ അവരുടെ എന്താ പറയാ അവരെ കുളിപ്പിക്കാനുള്ള സോപ്പ് അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഇത് വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ നമുക്ക് എല്ലാ മാസവും വരുന്നില്ലല്ലോ അതുപോലത്തെ ചിലവ്. അപ്പൊ നമുക്ക് മന്ത്ലി ഒരു 350 pounds നമ്മുടെ ഈ നമുക്ക് വീട്ടിലോട്ട് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ അരി പിന്നെ പുട്ടുപൊടി അരിപ്പൊടി അങ്ങനത്തെ പൊടികൾ ഒക്കെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ തന്നെ പിന്നെ ഇവിടെ കിട്ടാനും ഇല്ല. അതിന്റെ ഇവിടെ ഏഷ്യൻ സ്റ്റോഴ്സോ ഇന്ത്യൻ സ്റ്റോഴ്സോ ഒന്നും ഇല്ല ഞങ്ങളുടെ അടുത്ത്. അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്യുവാണ് ചെയ്യുന്നത്. കൂടെ കൂടി ഒരു 50 to 60 pounds ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ 50 pounds അബവ് ആണെങ്കിൽ അവർ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് തരും. അപ്പൊ നമ്മൾ എന്തായാലും ഒരു 50 pounds അബവ് നമ്മൾ ഷോപ്പ് ചെയ്യും. 50 to 60 pounds ഞങ്ങൾക്ക് അത് നിൽക്കാറുണ്ട്. അത് 2 to 3 months അപ്പൊ നമുക്ക് ഒരു മാസത്തെ നമുക്കൊരു 25 pound കൂട്ടാം. 25 അല്ലെങ്കിൽ 30 pound അതിനൊരു മാസത്തിന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഇപ്പം ഓഫീസിൽ പോകുന്ന കാറിലാണ്. അപ്പൊ ഇവിടുന്ന് അപ്പ് ആൻഡ് ഡൗൺ പുള്ളിക്കാരൻ്റെ ഓഫീസിലോട്ട് 30 miles ഉണ്ട്. അപ്പോൾ അതിനും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ ഷോർട്ട് ട്രിപ്സും ഇവിടെ സാധനം മേടിക്കാൻ പോകുന്നതും അല്ലെ വീക്കെൻഡ്സിൽ ചെറുതായിട്ട് ലൈക്ക് ഒത്തിരി ദൂരത്തോട്ടൊന്നും ഞങ്ങൾ പോകാറില്ല. ഇപ്പം അടുത്തോട്ടൊക്കെ ഉള്ളൊരു ട്രിപ്പിന് എല്ലാം കൂടെ ഞങ്ങൾക്കൊരു 80 pounds ആവുന്നത്. അത് ഇനി ഞാനിപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ കറന്റ് പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസ് പറയാം. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ പെട്രോളിന് ഇവിടെ വരുന്നത് 1.43 pound ആണ്, ഡീസലിന് 1.46. കൂടാതെ കാറിന്റെ മന്ത്ലി ഇൻഷുറൻസ് ആയിട്ട് നമ്മൾ 105 pound പേ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതാണ് ഞങ്ങളുടെ മൊത്തത്തെ ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ്. പിന്നെ ഇതല്ലാണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അത് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ഒരു കാറ് മേടിച്ച് യാത്ര ചെയ്യുന്നതിലും എക്സ്പെൻസീവ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മിസ്ലേനിയസ് ആയിട്ടുള്ള ചെലവുകളാണ്. അതിൽ ആദ്യമായിട്ട് പറയേണ്ടത് ഇപ്പം ഹസ്ബൻഡ് ഇവിടെ സ്പോർട്സ് സെന്ററിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇതിനെല്ലാം കൂടെ ഇൻക്ലൂഡഡ് 30 pound ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ആമസോൺ പ്രൈം എടുത്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിന് ഇവിടെ 13 pound ആണ് മന്ത്ലി പേ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഞങ്ങളുടെ ഹെയർ കട്ടിങ് ഐബ്രോ എടുക്കുന്നത് അങ്ങനത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കൂട്ടിയിട്ട് 40 pound മന്ത്ലി ആകാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ചിലവാണ്. ഞങ്ങൾ അങ്ങനെ ഒത്തിരി പുറത്തുനിന്ന് കഴിക്കാറില്ല. വീക്ക്ലി 1 or 2 മാക്സിമം കഴിക്കും. അപ്പോൾ അതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾക്കൊരു 100 pounds ആവാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെലവുകൾ ഒരു മാസത്തെ. അപ്പം അതിനെല്ലാം കൂടെ ടോട്ടലായിട്ട് മന്ത്ലി ഞങ്ങളുടെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1563 pound ആണ്. അപ്പം നമ്മുടെ സ്കോട്ട്ലൻഡിലെ ഒരു കുഞ്ഞു ടൗണിൽ നമുക്ക് ഒരു 1700 pound ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് നല്ല സുഭിക്ഷമായിട്ട് ജീവിക്കാം. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ സിറ്റിയിലോട്ടൊക്കെ ആണെങ്കിൽ റെന്റ് കൂടും. അപ്പം അതിനനുസരിച്ച് ഉള്ള ചിലവുകളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.